ഗോകുൽ വി എസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ഒരു ആശങ്ക നൽകുന്നത് 3 കുട്ടികളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നതാണ്. പക്ഷേ മന്ത്രി പറഞ്ഞതുപോലെ പ്രതീക്ഷ കൈവിടാതെ മികച്ച ട്രീറ്റ്മെന്റ് തന്നെ കുട്ടികൾക്ക് നൽകുന്നു എന്നതാണ്. അത് തന്നെയാണ് ആശ്വാസകരം, അല്ലേ? തീർച്ചയായും. അതായത് വരുന്ന പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഗുരുതരമായി തുടർന്നിരുന്ന അലീന, ആൻഗ്രീൻ, എറിൻ എന്നുള്ള 3 കുട്ടികളുടെ പൾസ് നോർമലായിരുന്നില്ല. പക്ഷേ അതിപ്പോൾ നോർമലായി. അത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് വരുന്നത്. നില മെച്ചപ്പെട്ടിട്ടുണ്ട്, വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആശ്വാസത്തിൻ്റെ വാർത്തകളാണ് വരുന്നത്. ഏകദേശം ഒരു 3:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. 4 കുട്ടികൾ ഒരുമിച്ച് സുഹൃത്തുക്കളാണ് 4 പേർ. ഒരുമിച്ച് പീച്ചി ഡാമിൻ്റെ റിസർവോയറിൽ കുളിക്കാൻ ഇറങ്ങുന്നു. അതിൽ 5 പേരാണ് പോയത്. അതിലൊരു കുട്ടി മാത്രം ഇറങ്ങിയില്ല, വെള്ളത്തിൽ ഇറങ്ങാതെ നിന്നു. അതിൽ 4 പേർ, ഈ വെള്ളത്തിലിറങ്ങിയ 4 പേരും അതിൽ പെടുന്ന സ്ഥിതി ഉണ്ടായി. അതിൽ കയത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. കരയിൽ നിന്ന കുട്ടി ഉറക്കെ ബഹളം വച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിയെത്തുന്നതും ആ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതും. ഏതായാലും ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ചികിത്സ നൽകി വരുന്നുണ്ട്. അതിൽ ഗുരുതരമായി നിന്ന കുട്ടികളുടെ സ്ഥിതി കൂടി മെച്ചപ്പെടുന്നു എന്നുള്ള ശുഭകരമായ വാർത്തകൾ ആണ് പുറത്തു വരുന്നത്. മന്ത്രി കെ രാജനടക്കമുള്ളവരുടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അടക്കം കാര്യങ്ങൾ വിശദീകരിച്ചതും ഇത്തരത്തിൽ തന്നെ ശുഭ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തുണ്ടായിരുന്ന നേരത്തെ ഇവരെ രക്ഷിച്ചു വന്ന ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞത് വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഇന്ന് ആശുപത്രി അധികൃതർ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ പറഞ്ഞത് നില വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശുഭവാർത്തയാണ് വരുന്നത്, പുറത്തു വരുന്നത്. ഇപ്പോൾ നേരത്തെ പ്രതികരണം നൽകിയ ചേട്ടൻ പറഞ്ഞ അവിടെ അല്ലേ വളരെ ചെങ്കുത്തായ അവിടുത്തെ ആളുകൾക്ക് മാത്രമേ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകടകരമായ സ്ഥലമെന്ന് നേരത്തെ എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ ഉള്ള സ്ഥലമാണോ, അതോ പൊതുവെ അവിടുത്തുകാർ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ഇടവുമായിരിക്കും അല്ലേ? അതായത് ഈ പ്രദേശത്ത് റിസർവോയറിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായും അപകടമുള്ളൊരു സ്ഥലമാണ്. പരിചയമില്ലാത്ത ആളുകൾക്ക് ഇറങ്ങിയാൽ കയമാണ്. അത്തരത്തിലൊരു അപകടമുള്ള സ്ഥലമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട അതിൽ കുട്ടികളിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു പക്ഷേ ധാരണ ഉണ്ടാവാൻ സാധ്യത. കാരണം ആ കുട്ടിയുടെ വീടിനടുത്താണ് ഈ സ്ഥലം വരുന്നത്. പീച്ചി സ്വദേശിയായ ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ വിരുന്നിനായി അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വീട്ടിലേക്കായി വന്നതാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. മറ്റുള്ളവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകില്ല. അങ്ങനെ വെള്ളത്തിലിറങ്ങി സ്വാഭാവികമായി കുളിക്കുന്നതിനിടയിലായിരിക്കാം ഈ ഒരു അപകടമുണ്ടായത്. അപ്പോൾ ഈ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി, പുറത്തുണ്ടായിരുന്ന കുട്ടി കൃത്യമായി തന്നെ പറഞ്ഞു എവിടെയാണ് ഇവർ പോയത് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക്, അടുത്തുണ്ടായിരുന്ന പ്രദേശവാസികൾക്ക് പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ പുറത്തെടുക്കാൻ, ഈ കുട്ടികളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മന്ത്രി രാജനും വ്യക്തമാക്കിയൊരു കാര്യം, അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ, അതായത് ആ കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രി രാജനടക്കം വ്യക്തമാക്കിയത്. പക്ഷേ ഈ റിസർവോയറിലാകുമ്പോൾ അതൊരു കയമാണ്, അതുകൊണ്ട് തന്നെ അപകടം സാധ്യത. +2 പഠിക്കുന്ന കുട്ടികളാണോ, എന്തോ ഡിഗ്രിയോ, എത്രയൊക്കെയാണ് അവരുടെ പ്രായമൊക്കെ? അതിൽ ഈ അപകടത്തിൽപ്പെട്ട നിമ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ഈ പീച്ചി ഡാമിന് സമീപം താമസിക്കുന്നത്. മറ്റ് അലീന, ആൻഗ്രീൻ, എറിൻ എന്നിവർ +1 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. മറ്റ് നിമ മാത്രം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. നിമയ്ക്കൊരു സഹോദരിയുണ്ട്. ഈ സഹോദരിയുടെ സുഹൃത്തുക്കളാണ് അലീനയും ആൻഗ്രീനും എറിനും. അപ്പോൾ അവർ അങ്ങനെയാണ് ആ സുഹൃത്തിൻ്റെ വീട്ടിലെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് എത്തിയത്. പീച്ചി ഡാമിൻ്റെ പ്രദേശത്തേക്ക് എത്തിയതും കുളിക്കാൻ ഇറങ്ങിയതും. അങ്ങനെയാണ് അവർ ആ പ്രദേശത്തേക്ക് എത്തുന്നതും ഈ ഒരു വെള്ളത്തിലിറങ്ങുന്നതും ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നതും. ശരി, അതായത് 5 +2 കുട്ടികളും അല്ലേ, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ആ കുഞ്ഞിൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 5 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇറങ്ങിയില്ല. ആ കുട്ടിയാണ് പെട്ടെന്ന് വിവരം അറിയിക്കുകയും 10-15 പറഞ്ഞു അതേ സ്ഥലത്ത് തന്നെ ആ കുട്ടികളെ കണ്ടുപിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്കും അതിവേഗം എത്തിച്ചു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അവിടെ എത്തുമ്പോൾ കുട്ടികൾക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൾസ് റേറ്റ് നോർമലായി വരുന്നുണ്ട്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയും. നേരെ ഇവരെ ഇങ്ങോട്ടേക്കാണോ അതോ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷമാണോ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്? അതായത് ആംബുലൻസ് ഡ്രൈവറോട് നമ്മൾ നേരത്തെ സംസാരിച്ചു. അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹം കുറച്ച് സമയം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതായത് വളരെ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ടപ്പോൾ 1 കിലോമീറ്റർ പരിധിയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ 1 കിലോമീറ്റർ പരിധിയിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് വാഹനം എടുത്ത് വരികയും പീച്ചി ഡാമിൻ്റെ പ്രദേശത്തേക്ക് എത്തുകയും അങ്ങനെ ഈ കുട്ടികളെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് കണ്ടപ്പോൾ വ്യക്തമാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം. വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ പീച്ചി ഡാമിൽ നിന്ന് ഇങ്ങോട്ട് അധികം ദൂരമില്ല, ഏകദേശം ഒരു 15 മിനിറ്റ്, ആംബുലൻസ് ഒക്കെ ആകുമ്പോൾ ഒരു 15 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഓടിച്ചെത്താവുന്ന ഒരു ദൂരമാണ്. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഇവിടേക്ക് തന്നെ എത്തിയത്. ശരി, ജൂബിലി മിഷനിലാണ് ഇപ്പോൾ കുട്ടികൾ ഉള്ളത്. പീച്ചിയിൽ നിന്ന് വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. അതുകൊണ്ട് ജൂബിലി മിഷനിൽ വേണ്ട ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് നേരത്തെ മന്ത്രി കെ രാജനും പ്രതികരിച്ചത്. എന്തെങ്കിലും ഒരു ആവശ്യഘട്ടം ഉണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തും. ചികിത്സയ്ക്ക് മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല എന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു സംഭവത്തിൽ പെട്ടെന്ന് മന്ത്രി അവിടെ എത്തുകയും കാണുന്നത് തന്നെ ബന്ധുക്കൾക്കും തീർച്ചയായും വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ്.